ഈശോയിൽ പ്രിയമുള്ളവരെ, ശ്ലീവാകാലം 4-ാം ഞായർ വചനവിചിന്തനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇസ്രായേൽ ലെബനോൻ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. യഹൂദൻ്റെ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ബുദ്ധിവൈഭവത്തെയും അവനെ എന്തിനേയും പ്രാപ്തനാക്കുന്ന അവൻ്റെ ധൈര്യത്തെയുമെല്ലാം ലോകം ഉറ്റുനോക്കുന്ന സമയമാണ്. ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ യഹൂദ ജനതയുടെ ദൃഢനിശ്ചയത്തിൻ്റെ പിന്നിലെ അവൻ്റെ ശക്തി എന്താണ്, അവനെ എന്തിനും പ്രാപ്തനാക്കുന്ന ആ ദൈവവചനത്തെപ്പറ്റി, തോറയെപ്പറ്റി ലോകം മുഴുവൻ ആശ്ചര്യപ്പെടുകയും പഴയ നിയമ വചനങ്ങൾ അക്രൈസ്തവരും അകത്തോലിക്കരുമെല്ലാം ഉച്ചരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കൂടി നമ്മൾ കാണുകയാണ്. പ്രിയമുള്ളവരെ, എൻ്റെ നുകം എന്നത് തോറയുടെ നുകം എന്ന അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. തോറയാകുന്ന ദൈവവചനമാകുന്ന നുകത്തെപ്പറ്റിയാണ് ഈശോ ഇവിടെ പറയുന്നത്. പിതാവേ, നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അപ്പോൾ യഹൂദരും നിയമജ്ഞരുമാണ് സ്വയം ബുദ്ധിമാന്മാരെന്ന് ഭാവിക്കുകയും പഴയ നിയമത്തിലെ നിയമങ്ങളെല്ലാം അവർ വ്യാഖ്യാനിച്ച് അത് അനുസരിക്കാനും പാലിക്കുവാനും ബുദ്ധിമുട്ടുളവാകത്തക്ക വിധം ആ ദൈവവചനത്തെ വ്യാഖ്യാനിച്ച് സങ്കീർണമാക്കിയ ഫരിസേയരും നിയമജ്ഞരും അരുതുകളും അനുവാദങ്ങളും ഉൾപ്പെടെ 613 നിയമങ്ങളാണ് തോറയിൽ എഴുതി ചേർത്തിരിക്കുന്നത്. സാധാരണക്കാരെ സംബന്ധിച്ച് അത് വലിയ ഭാരമുള്ള ഒരു നുകമായിട്ട് മാറിയിരിക്കുന്നു. എന്നാൽ ഈശോ പറയുന്നു, നിങ്ങൾ നിയമത്തിൻ്റെ പേരിലല്ല, ദൈവസ്നേഹത്തിൻ്റെ പേരിൽ ദൈവവചനം അനുസരിച്ചു തുടങ്ങുമ്പോൾ അത് വലിയ ആനന്ദത്തിന് കാരണമായി തീരും. വാസ്തവത്തിൽ ദൈവവചനം അനുസരിക്കുന്നത് ഏറ്റവും ആനന്ദകരമായ കാര്യമാണ്. ദൈവവചനം ഹൃദയത്തിൽ സ്വീകരിക്കുകയും അത് വായിക്കുകയും ധ്യാനിക്കുകയും അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുകയും ചെയ്യുന്നത് ഏറ്റവും ആനന്ദമായ, ലളിതമായ, നിസ്സാരമായ കാര്യമാണ്. ഒറ്റ കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ദൈവസ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വചനമെല്ലാം പാലിക്കപ്പെടേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശിശു സഹജമായ മനസ്സോടെ ദൈവവചനത്തെ സമീപിക്കുമ്പോഴാണ് അതിൻ്റെ ശരിയായ അർത്ഥം നമുക്ക് വെളിപ്പെടുത്തി കിട്ടുന്നത്. അല്ലാത്ത പക്ഷം അത് നമ്മുടെ ബുദ്ധിയിൽ നിന്ന് ദൈവം അത് മറച്ചു കളയും. എന്താണ് ശിശുക്കളുടെ പ്രത്യേകത? ഒന്നാമത്തെ പ്രത്യേകത ആശ്രയ ബോധമാണ്. ശിശുക്കൾ അവരുടെ മാതാപിതാക്കളെ പൂർണ്ണമായി വിശ്വസിക്കുകയും അവരെ ആശ്രയിക്കുകയും ചെയ്യും. അതുകൊണ്ട് ദൈവാശ്രയബോധം വളർത്തിയെടുക്കുന്നവർക്കാണ് ദൈവവചനത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കുന്നതിനുള്ള കൃപ ലഭിക്കുകയുള്ളൂ. രണ്ടാമത്, ശിശുക്കളുടെ പ്രത്യേകത അത്ഭുതപ്പെടാനുള്ള കഴിവാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അനന്ത പദ്ധതിയെപ്പറ്റി ധ്യാനിക്കുമ്പോൾ, ദൈവവചനത്തെപ്പറ്റി ധ്യാനിക്കുമ്പോൾ, ദൈവം പ്രവർത്തിക്കുന്ന വഴികളെപ്പറ്റി ധ്യാനിക്കുമ്പോൾ അത്ഭുതപ്പെടുകയും വിസ്മയിക്കുകയും വേണം. അത് ഹൃദയത്തിൽ എളിമയുള്ളവർക്ക് മാത്രം പറ്റുന്ന കാര്യമാണ്. മൂന്നാമതായിട്ട് നിർമ്മലതയാണ്. ഹൃദയവിശുദ്ധി, നിർമ്മലത. വിശുദ്ധിയോടുകൂടെ ദൈവവചനത്തെ സമീപിക്കുമ്പോഴാണ് അതിൻ്റെ ശരിയായ വ്യാഖ്യാനവും പൊരുളും നമുക്ക് ലഭിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹീബ്രുവിൽ മാസ എന്ന പദമാണ് നുകം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ മൃഗങ്ങൾക്ക് നുകം വെച്ച് കെട്ടാറുണ്ട്. പ്രത്യേകിച്ച് വയലിൽ പാടത്ത് പണിയെടുപ്പിക്കുന്നതിന് പഴയ കാലങ്ങളിൽ കാളയുടെ പുറത്ത് നുകം വെച്ച് കെട്ടാറുണ്ട്. അത് വലിയ അടിമത്തത്തിൻ്റെ പ്രതീകമാണ്. അടിമത്തത്തിൻ്റെയും ഭാരം വഹിക്കുന്നതിൻ്റെയും ഒക്കെ പ്രതീകമാണ് ആ നുകം എന്ന് പറയുന്നത്. എന്നാൽ തോറയുടെ ദൈവവചനത്തിൻ്റെ നുകം എന്ന് പറയുന്നത് അടിമത്തത്തിൻ്റെ പ്രതീകമല്ല, അത് അനുസരണത്തിൻ്റെ പ്രതീകമാണ്. ദൈവസ്നേഹത്തെ പ്രതി സന്തോഷത്തോടുകൂടി വചനം അനുസരിക്കുമ്പോൾ അത് വലിയ കൃപയായിട്ട് മാറുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിവസം, ഈ ഞായറാഴ്ച നമുക്ക് ദൈവവചനത്തെ കൂടുതൽ സ്നേഹിക്കാനും ദൈവസ്നേഹത്തിൻ്റെ വെളിച്ചത്തിൽ ശിശു സഹജമായ മനസ്സോടുകൂടി ദൈവവചനത്തെ സമീപിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വചനത്തിൻ്റെ ശരിയായ പൊരുൾ, അർത്ഥം നമുക്ക് പറഞ്ഞു തരും. ഈശോ നമ്മെല്ലാം അനുഗ്രഹിക്കട്ടെ. ആമേൻ.